സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലുകളിൽ ഫുഡ് ഗ്രാന്റും കോച്ച് അലവൻസും മുടങ്ങിയിട്ട് വർഷം 1 പിന്നിടുകയാണ്. ലഹരി വിരുദ്ധ സന്ദേശവുമായി മാർത്തോമാ സഭയുടെ തിരുവല്ലയിലെ ആസ്ഥാനത്തെത്തിയപ്പോഴാണ് കായിക വിദ്യാർത്ഥികൾ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരോട് ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെ പോരാടുന്ന SKN40 കേരള യാത്രയ്ക്ക് തിരുവല്ലയിലെ കായിക വിദ്യാർത്ഥികൾ പിന്തുണയും അറിയിച്ചു. മാർത്തോമാ സഭയുടെ തിരുവല്ലയിലെ സഭാ സെക്രട്ടേറിയറ്റിൽ SKN എത്തുമെന്നറിഞ്ഞ് തിരുവല്ല SSCS സെമിനാരി സ്കൂളിലെ കായിക വിദ്യാർത്ഥികൾ നേരത്തെ എത്തി കാത്തുനിന്നു. 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, SKN40ക്കുള്ള പിന്തുണ നേരിട്ടറിയിക്കുക. ലഹരിക്കെതിരെ ശ്രീകണ്ഠൻ സാർ നടത്തുന്ന ഈ യാത്രയ്ക്ക് ഞങ്ങളും കൂടെ പങ്കാളികളാകുന്നു. പിന്നെ എല്ലാ നന്മകളും നേരുന്നു. രണ്ടാമത്തേത്, അവരുടെ വലിയൊരു പ്രശ്നം SKN അറിയിക്കുക. ഹോക്കിയിലും ഫുട്ബോളിലും ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത മിടുമിടുക്കികളായ കായിക വിദ്യാർത്ഥികളാണിവർ. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി സ്പോർട്സ് കൗൺസിൽ ഇവരുടെ ഹോസ്റ്റലിൽ ഫുഡ് ഗ്രാന്റ് നൽകുന്നില്ല. കോച്ചിനുള്ള അലവൻസ് മുടങ്ങിയിട്ട് 1 വർഷം. സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഹോസ്റ്റലുകളുടെ അവസ്ഥ ഇത് തന്നെയാണെന്ന് വിദ്യാർത്ഥികൾ. ഞങ്ങൾ സ്പോർട്സ് സ്റ്റുഡൻസ് കൗൺസിൽ പ്ലേയേഴ്സിന് കുറച്ച് വർഷങ്ങളായി പൈസ കിട്ടിയിട്ടില്ല, ഫണ്ട് കിട്ടിയിട്ടില്ല. അതിന്റെ ഇഷ്യൂ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ഇവിടെ പറയുമ്പോൾ ഈ ഒരു ഇതിൽ പറയുമ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മാറി തീരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കാണാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ അറിയാനും വേണ്ടി വന്നതിന് വളരെ നന്ദി പറയുന്നു. പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ് കായിക വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയ പ്രശ്നം അധികൃതർക്ക് മുന്നിലെത്തിക്കുമെന്ന ഉറപ്പു നൽകിയാണ് SKN മടങ്ങിയത്. 24 പത്തനംതിട്ട.